അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂൾ തന്നെയാണ്. അവിടുത്തെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്ററാണ്, അതായത് കന്യാസ്ത്രീയാണ്. അതായത് ഈ സെൻറ്റ് റിത്താസ് സ്കൂളിലെ പ്രിൻസിപ്പലിനെ പോലെ തന്നെ ഒരു കന്യാസ്ത്രീയാണ്. അപ്പോൾ ആ കന്യാസ്ത്രീ ആ മാഡത്തിനോട് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ മാഡം എന്നോട് സംസാരിച്ചതെന്ന് പറഞ്ഞാൽ വളരെ ചേർത്ത് പിടിക്കുന്ന രീതിയിലത്തെ ഒരു സംസാരമായിരുന്നു. എന്നോട് പറഞ്ഞത്, മോളെ, നമുക്ക് അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ല. ഞങ്ങളെല്ലാ കുട്ടികൾക്കും അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല, കുട്ടികളെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വിടാമെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ഹിജാബ് ധരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഹിജാബ് ധരിക്കുമ്പോൾ നാളെ എൻ്റെ മക്കൾ എന്നോട് തിരിഞ്ഞ് ചോദിക്കും, ഉമ്മി എനിക്കും ഹിജാബ് ധരിക്കണം എന്നുള്ളത്. കാരണം ഞാനിപ്പോൾ അവരെ ഹിജാബ് ധരിപ്പിക്കുന്നില്ല. ഇപ്പം തൊട്ടടുത്തൊരു സ്കൂളിലേക്ക് ചേർത്തുമ്പോൾ അവിടെ ചെല്ലുമ്പോഴും ഹിജാബ് ധരിച്ച് ഇന്ന് മുതൽ ഹിജാബ് ധരിപ്പിച്ച് വിടണം എന്നുള്ളതല്ല. അവർ എന്നാണോ ഇതിൻ്റെ മേന്മ മനസ്സിലാക്കുന്നത് അവരെന്നോടത് ആവശ്യപ്പെടുമ്പോൾ, അവർ മുതിരുമ്പോൾ അതിനാവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം. അപ്പോൾ അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു സ്കൂളിലേക്കാണ് ഇപ്പോൾ ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂൾ തന്നെയാണ്. അവിടുത്തെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്ററാണ്, അതായത് കന്യാസ്ത്രീയാണ്. അതായത് ഈ സെൻറ്റ് റിത്താസ് സ്കൂളിലെ പ്രിൻസിപ്പലിനെ പോലെ തന്നെ ഒരു കന്യാസ്ത്രീയാണ്. അപ്പോൾ ആ കന്യാസ്ത്രീ ആ മാഡത്തിനോട് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ മാഡം എന്നോട് സംസാരിച്ചതെന്ന് പറഞ്ഞാൽ വളരെ ചേർത്ത് പിടിക്കുന്ന രീതിയിലത്തെ ഒരു സംസാരമായിരുന്നു. എന്നോട് പറഞ്ഞത്, മോളെ, നമുക്ക് അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ല. ഞങ്ങളെല്ലാ കുട്ടികൾക്കും അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല, കുട്ടികളെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വിടാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സംസാരം അതാണ് ശരിക്കും ഞങ്ങളെ കൂടുതലും അതിലേക്ക് അടുപ്പിച്ചത്. ആദ്യം ഞങ്ങൾ വ്യാഴാഴ്ച പോയിട്ട് അഡ്മിഷനെ കുറിച്ച് ആലോചിച്ചതിന് ശേഷമാണ് ഞങ്ങൾ TC മേടിക്കാനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ ഈ മാഡത്തിൽ നിന്നുണ്ടായ ഒരു സമീപനം നമുക്ക് വളരെ ഇൻഫ്ലുവൻസ് ആയി ശരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് ഒരു ചർച്ച വരുമ്പോൾ നമ്മൾ കൂടുതലും ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരെയും അടച്ചാക്ഷേപിച്ചൊരു സംസാരം പാടില്ല. ഇവിടെ കന്യാസ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ 2 സ്കൂളിലെയും പ്രിൻസിപ്പൽസ് കന്യാസ്ത്രീകളാണ്. പക്ഷേ ഈ ഒരു സ്കൂളിലെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ വളരെ ഒരു കുട്ടി തട്ടമിട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്ക് ഭീതി ഉണ്ടാക്കും എന്ന രീതിയിലത്തെ ഒരു സംസാരമാണ് സെൻറ്റ് റിത്താസ് സ്കൂളിലെ പ്രിൻസിപ്പൾ പറഞ്ഞത്. പക്ഷെ ഞങ്ങളെല്ലാം തട്ടമിട്ട് സ്കൂളിൽ പോയ ആൾക്കാരാണ്. ഞങ്ങളുടെ കൂട്ടുകാർക്കാർക്കും അങ്ങനെ ഒരു ഭീതി ഉണ്ടതായിട്ട് എനിക്കറിയില്ല. ഞങ്ങൾ ഇപ്പോഴും അവരായിട്ടൊക്കെ നല്ല രീതിയിലുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ അതേപോലെ ചുറ്റുവട്ടത്തുള്ളതാണെങ്കിലും ഞാൻ വർക്കിംഗ് ആണ്. ഞങ്ങളുടെ അവിടെ കസ്റ്റമേഴ്സ് വരുവാണെങ്കിൽ അവരുമായിട്ടൊക്കെ ഞങ്ങൾ നല്ല രീതിയിലാണ് മിങ്കിൾ ചെയ്തു പോകുന്നത്. നമുക്ക് അങ്ങനെ ഒരു വിവേചനം ഇന്നേ വരെ ഇല്ല. ഇപ്പോഴും ഈ ഒരു വിഷയത്തിലും അങ്ങനെ ഒരു വിവേചനം ഉണ്ടാക്കാനുള്ള താല്പര്യവുമില്ല. പിന്നെ ഇങ്ങനൊരു കോൺട്രവേഴ്സി നിൽക്കുന്ന ഒരു സ്കൂളിലേക്ക്, ഇത്തരം ഒരു പ്രസ്താവന ഇറക്കുന്ന സ്കൂളുകളിലേക്ക് എൻ്റെ മക്കളെ തുടർന്ന് പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് ഞാനും എൻ്റെ ഭർത്താവും മാത്രം ചേർന്ന് തീരുമാനമെടുത്ത ഒരു തീരുമാനമാണ്. ആരും ഞങ്ങളെ കമ്പൽ ചെയ്തിട്ടില്ല. അത് ഞങ്ങളുടെ മാത്രം ഒരു തീരുമാനമാണ്. പിന്നെ ഞങ്ങൾ ഈ സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു അതിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഒരാളെ മാത്രം, ഒരു സ്കൂളോ അല്ലെങ്കിൽ അതിൻ്റെ സ്കൂൾ അധികൃതരോ അല്ലെങ്കിൽ അതിൻ്റെ PTA നമുക്കൊരു പ്രത്യേകതരം പരാമർശങ്ങൾ ഇറക്കുമ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എല്ലാ ആൾക്കാരെയും നമ്മൾ പറയാൻ പാടില്ല. അപ്പോൾ അതല്ലാതെ സോഷ്യലായിട്ട് ചിന്തിക്കുന്ന കുറേ ആൾക്കാർ പുറത്തുണ്ട്, അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പിന്നെ നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മാനസികാവസ്ഥ, അതും നമ്മൾ ചിന്തിക്കണം. അതും ഞങ്ങളെ വളരെ അരോചകം ഉണ്ടാക്കിയതാണ്. കാരണം നമുക്കത് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. ആ കുട്ടി ഇപ്പോൾ ഒരു ഹിജാബ് ഇട്ട് പോകുന്നെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ച് ആ കുട്ടിക്കുണ്ടായ ഒരു ഹറാസ്മെൻ്റാണ് ഈ ഒരു ഇഷ്യൂവിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അത് ചോദിക്കാൻ ചെന്ന ഒരു വാപ്പയാണ് ഈ ഒരു ഇപ്പം ഒരു വിവാദമായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടി ഒരു സ്കൂളിൽ വെച്ച് ഒരു മാനസിക സംഘർഷത്തിൽ ഏർപ്പെട്ടാൽ അതിനെ ചോദ്യം ചെയ്യാൻ അതിൻ്റെ വാപ്പയ്ക്ക് അതിന് അവകാശമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നിന്നുണ്ടായൊരു പ്രശ്നമാണിത്. അപ്പോൾ യഥാർത്ഥ റീസൺ അതാണ് ശരിക്കും നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനുള്ള സ്കൂളിൽ പഠിപ്പിക്കാൻ നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അതിനൊതുങ്ങുന്ന തരത്തിൽ അതേ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ തന്നെ നമ്മൾ ഒരു അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്. ആ മിസ് എല്ലാ പിന്തുണയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു.